Hi dear students, റിസർച്ച് മെത്തഡോളജിയുടെ പ്രീവിയസ് ക്ലാസ്സുകളിലായിട്ട് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്ന നമ്മുടെ 7ാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്ത് വരുന്നത്. ദെൻ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ തൊട്ട് മുന്നേയുള്ള ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയ ടോപ്പിക് മൾട്ടിവാരിയേറ്റ് അനാലിസിസ്. അതിൽ മൾട്ടിവാരിയേറ്റ് അനാലിസിസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ അതുപോലെ തന്നെ മൾട്ടിവാരിയേറ്റ് അനലറ്റിക്കൽ ടൂൾസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. സോ ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മൾട്ടിവാരിയേറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്പെരിമെന്റൽ യൂണിറ്റിന്റെ മേലെ നമ്മൾ എന്ത് ചെയ്യാണ്, മൾട്ടിപ്പിൾ മെഷർമെന്റ്സ് നടത്തുക എന്നുണ്ടെങ്കിൽ അതാണ് മൾട്ടിവാരിയേറ്റ് അനാലിസിസ്. അല്ലെങ്കിൽ അറ്റ് എ ടൈം നമ്മൾ എന്ത് ചെയ്യാണ്, ഒന്നിലധികം വാരിയബിൾസിനെ മോർ ദാൻ വൺ സ്റ്റാറ്റിസ്റ്റിക്കൽ ഔട്ട്കം വാരിയബിൾ നമ്മൾ എന്ത് ചെയ്യാണ്, അനലൈസ് ചെയ്യാണ്, ഒബ്സർവ് ചെയ്യാണ്. സോ അതിനെയാണ് നമ്മൾ മൾട്ടിവാരിയേറ്റ് അനാലിസിസ്. മൾട്ടിപ്പിൾ വാരിയൻസിനെ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ വാരിയബിൾസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അറ്റ് എ ടൈം സ്റ്റഡി ചെയ്യുന്നുണ്ട്, അനലൈസ് ചെയ്യുന്നുണ്ട്, ഒബ്സർവ് ചെയ്യുന്നുണ്ട്. സോ മൾട്ടിവാരിയേറ്റ് അനാലിസിസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞതാണ്. ദെൻ അതുപോലെ തന്നെ മൾട്ടിവാരിയേറ്റ് അനലറ്റിക്കൽ ടൂൾസ് ഏതൊക്കെയാന്ന് പറഞ്ഞു. അതിലെ ക്രോസ് ടാബുലേഷൻ എന്താന്ന് പറഞ്ഞു, മൾട്ടിപ്പിൾ റിഗ്രഷൻ അനാലിസിസ് എന്താന്ന് പറഞ്ഞു, ദെൻ ലോജിസ്റ്റിക് റിഗ്രഷൻ അനാലിസിസ് പറഞ്ഞു, ഡിസ്ക്രിമിനന്റ് അനാലിസിസ് പറഞ്ഞു. ദെൻ ഫിഫ്ത്ത് വൺ മൾട്ടിവാരിയേറ്റ് അനാലിസിസ് ഓഫ് വാരിയൻസ് അല്ലെങ്കിൽ മനോവ അതെന്താന്ന് പറഞ്ഞു. ദെൻ ക്ലസ്റ്റർ അനാലിസിസ് പറഞ്ഞു, MDS പറഞ്ഞു, കറസ്പോണ്ടൻസ് അനാലിസിസ് പറഞ്ഞു, കൺജോയിന്റ് അനാലിസിസ്, കനോണിക്കൽ അനാലിസിസ്, ദെൻ സ്ട്രക്ചറൽ ഇക്വേഷൻ മോഡലിംഗ്. സോ ഇത്രയും മെത്തേഡുകൾ 11 ടൂൾസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ദെൻ മൾട്ടിവാരിയേറ്റ് അനാലിസിസിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടൂൾ, ഒരു വൺ അനദർ ഇമ്പോർട്ടൻറ്റ് ടൂൾ ആയിട്ടുള്ള ഫാക്ടർ അനാലിസിസ്, അതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോണത്. യെസ്, അവർ 12th ടൂൾ ഡാറ്റ അനാലിസിസിനുള്ള 12ാമത്തെ ടൂളാണ്, അല്ലെങ്കിൽ മൾട്ടിവാരിയേറ്റ് അനാലിസിസിനുള്ള 12th ടൂളാണ് ഫാക്ടർ അനാലിസിസ്. ഫാക്ടർ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക് വിച്ച് ഫോക്കസ് ഓൺ സിംപ്ലിഫൈങ് എ കോംപ്ലക്സ് ഡാറ്റ. ഒരു കോംപ്ലക്സ് ഡാറ്റേനെ സിംപ്ലിഫൈ ചെയ്യുക, ആ ഒരു ഒബ്ജക്റ്റീവോട് കൂടിയിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ് ഫാക്ടർ അനാലിസിസ് എന്നുള്ളത്. അതായത് ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ലാർജ് വോളിയം ഓഫ് ഡാറ്റ അല്ലെങ്കിൽ ഒരുപാട് ഡാറ്റ ഗ്യാദർ ചെയ്യുന്നുണ്ട്. സോ ആ കോംപ്ലക്സ് ഡാറ്റേനെ, ആ ലാർജ് വോളിയം ഓഫ് ഡാറ്റേനെ നമ്മൾ എന്ത് ചെയ്യാണ്, സിംപ്ലിഫൈ ചെയ്യുക. അതിനെയാണ് ഫാക്ടർ അനാലിസിസ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കിലൂടെ പറയണത്. This is an independent technique in which there is no dependent variable. അതൊരു ഇൻഡിപെൻഡന്റ് ടെക്നിക്കാണ്. അവിടെ ഡിപ്പെൻഡന്റ് വാരിയബിൾസ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത്തരം വാരിയബിൾസിനെ ഫോക്കസ് ചെയ്യുന്നില്ല. Then what are the objectives of factor analysis? ഫാക്ടർ അനാലിസിസിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നാണ് പറയണത്. There are 4 objectives. മെയിൻലി 4 objectives ആണ് തന്നിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ, ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദ നമ്പർ ഓഫ് വാരിയബിൾസ് ടു ബി അനലൈസ്ഡ്. അതായത് ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റഡിയുടെ ഭാഗമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യേണ്ടി വരുന്ന നമ്പർ ഓഫ് വാരിയബിൾസ് എന്ത് ചെയ്യുന്നുണ്ട്, റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവിൽ പറയണത്. Then the next one, the second one, analysis of wide range of variables are time consuming. Thus, factor analysis helps to reduce the large number of variables into few dimensions. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലാർജ് വോളിയം ഓഫ് ഡാറ്റ ഗ്യാദർ ചെയ്യുന്നുണ്ട്, അതിനെ ഫ്യൂ ഡയമെൻഷൻസിലേക്ക് എന്ത് ചെയ്യാണ്, കോൺസെൻട്രേറ്റ് ചെയ്യുക, മേജർ ഡയമെൻഷൻസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. അത് ഇതിലൂടെ പോസിബിൾ ആണ്, ഫാക്ടർ അനാലിസിസിലൂടെ പോസിബിൾ ആണ്. ആൻഡ് ഇറ്റ് എയിംസ് അറ്റ് ഗ്രൂപ്പിംഗ് ദ ഒറിജിനൽ ഇൻപുട്ട് വാരിയബിൾസ് ഇൻ ടു ഫാക്ടേഴ്സ് വിച്ച് അണ്ടർലൈൻ ദ ഇൻപുട്ട് വാരിയബിൾസ്. അതായത് ഒറിജിനൽ ഇൻപുട്ട് വാരിയബിൾസിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യാണ് ഓരോ കാറ്റഗറീസ് ആയിട്ട്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏജ്, ജെൻഡർ, മെരിറ്റൽ സ്റ്റാറ്റസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് വാരിയബിൾസ് വരുന്നുണ്ട്. ഈ ഏജ്, ജെൻഡർ, മെരിറ്റൽ സ്റ്റാറ്റസ് എന്നുള്ള ഓരോ വാരിയബിളിനെയും സെപ്പറേറ്റ് ആയി നമ്മൾ ട്രീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താ, വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ ലാർജ് നമ്പർ ഓഫ് വാരിയബിൾസ് നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടി വരുന്നു. പക്ഷേ ഈ ഏജ്, ജെൻഡർ, മെരിറ്റൽ സ്റ്റാറ്റസ് എക്സെട്ര തുടങ്ങിയിട്ടുള്ള വാരിയബിൾസിനെ നമ്മൾ കമ്പൈൻഡ് അണ്ടർ ദ ഹെഡ് ഡെമോഗ്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ള ഒരു ഹെഡിൽ ഉൾപ്പെടുത്തുക എന്നുണ്ടെങ്കിൽ അതെന്താണ്, ആസ് കമ്പയർഡ് ടു ദി പ്രീവിയസ് വൺ, അതെന്ത് ചെയ്യുന്നുണ്ട്,
റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ അതിനെയാണ് ഫാക്ടർ അനാലിസിസ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ പറയണത്. അതായത് ഒരുപാട് വാരിയബിൾസിനെ എന്ത് ചെയ്യാണ്, ഓരോ കാറ്റഗറീസ് ആയിട്ട് ഒരു ഒറിജിനൽ ഇൻപുട്ട് വാരിയബിൾസിനെ മറ്റൊരു വാരിയബിളിന്റെ അണ്ടറിൽ അല്ലെങ്കിൽ മറ്റൊരു ഫാക്ടറിന്റെ അണ്ടറിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യാണ്. സോ ഇത്രയാണ് ഫാക്ടർ അനാലിസിസിന്റെ ഒബ്ജക്റ്റീവ്സ് പറയുന്നത്. ലാർജ് വോളിയം ഓഫ് ഡാറ്റയെ അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് ഡാറ്റയെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു. ദെൻ ഫ്യൂ ഡയമെൻഷൻസിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ചുരുക്കുന്നുണ്ട്. അണ്ടർ വൺ റൂഫ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ഹെഡിൽ വരാൻ പറ്റുന്ന മാക്സിമം വാരിയബിൾസിനെ ഓരോ ഹെഡിലുമായിട്ട് അങ്ങനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്. അതിനൊരു എക്സാമ്പിൾ ആണ് ഇപ്പോൾ പറഞ്ഞത്. ഡെമോഗ്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ അതിൽ ഏജും ജെൻഡറും മെറിറ്റൽ സ്റ്റാറ്റസും എല്ലാം വരുന്നുണ്ട്. സോ ഇത്തരത്തിലാണ് ഫാക്ടർ അനാലിസിസ് അല്ലെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ്സിൽ പറയണത്. യെസ്, നമ്മൾ ഇനി നോക്കാൻ പോണത് വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഫാക്ടർ അനാലിസിസ്. ഫാക്ടർ അനാലിസിസിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളത്. ഇപ്പൊ നമ്മൾ ഏജ്, ജെൻഡർ അല്ലെങ്കിൽ മെറിറ്റൽ സ്റ്റാറ്റസ് ഇങ്ങനെ ഒരുപാട് വാരിയബിൾസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെങ്കിൽ നമ്മുടെ റിസർച്ചിന്റെ ഭാഗമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. സോ ഇത്തരത്തിൽ ഒരുപാട് വാരിയബിൾസിനെ അല്ലെങ്കിൽ ഒരു നമ്പർ ഓഫ് വാരിയബിൾസിനെ നമ്മൾ അണ്ടർ വൺ റൂഫ്, ഡെമോഗ്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു റൂഫിൽ നമ്മൾ എന്ത് ചെയ്തു, ഉൾപ്പെടുത്തി ഒരു കാറ്റഗറിയുടെ അണ്ടറിൽ കൊണ്ടുവന്നു. സോ ഇത്തരത്തിൽ ഹിഡൻ ഡയമെൻഷൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ എന്ത് സഹായിക്കുന്നുണ്ട്, ഫാക്ടർ അനാലിസിസ് സഹായിക്കുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ വാരിയബിൾസിന്റെ ഇടയിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അസോസിയേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ. ഇപ്പോൾ ഏജും ജെൻഡറും മെറിറ്റൽ സ്റ്റാറ്റസ് ഒക്കെ അണ്ടർ വൺ റൂഫ് അല്ലെങ്കിൽ അണ്ടർ വൺ ഹെഡ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡെമോഗ്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞ് ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള ഒരു റിലേഷൻഷിപ്പ്, സോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അസോസിയേഷൻ, അത് ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുന്നു. ദെൻ അതുപോലെ തന്നെ നമ്മുടെ കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഡാറ്റ റിഡക്ഷൻ അതിനെ സഹായിക്കുന്നുണ്ട്. ദെൻ ഇറ്റ് ഹെൽപ്സ് ദ റിസർച്ചർ ടു ക്ലസ്റ്റർ ദ പ്രൊഡക്റ്റ് ആൻഡ് പോപ്പുലേഷൻ ബീങ് അനലൈസ്ഡ്. അതായത് നമ്മൾ അനലൈസ് ചെയ്യാൻ പോണ, നമ്മൾ പഠിക്കാൻ പോണ പോപ്പുലേഷനും അല്ലെങ്കിൽ പ്രൊഡക്റ്റിനും ക്ലസ്റ്റർ ചെയ്യാൻ, അതായത് ഓരോ കാറ്റഗറി ആയിട്ട് ഗ്രൂപ്പാക്കി തരം തിരിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. Yes, factor analysis is one of the important method of multivariate analysis. Multivariate analysis ഒരു important method ആണ് factor analysis എന്ന് പറയുന്നത്. ഇതിൽ നമ്മളിപ്പോൾ പറഞ്ഞു ഫാക്ടർ അനാലിസിസ് എന്താന്ന് പറഞ്ഞു, കോംപ്ലക്സ് ഡാറ്റയെ സിംപ്ലിഫൈ ചെയ്യുക, ഡാറ്റ റിഡക്ഷൻ പോസിബിൾ ആക്കുക, ഒരു ഗ്രൂപ്പ് ഓഫ് വാരിയബിൾസിനെ ഒന്നിച്ച് ഒരു ഹെഡിൽ ക്ലാസിഫൈ ചെയ്യുക. സോ അത്തരം ഒരു ടെക്നിക്കിനെയാണ്, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് അല്ലെങ്കിൽ ടൂളിനെയാണ് നമ്മൾ ഫാക്ടർ അനാലിസിസ് എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താന്ന് പറഞ്ഞു, ഇപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സും പറഞ്ഞു. ഹിഡൻ ഡയമെൻഷൻസ് ഐഡന്റിഫൈ ചെയ്യാൻ, റിലേഷൻഷിപ്പ് ഐഡന്റിഫൈ ചെയ്യാൻ, ഡാറ്റ റിഡക്ഷൻ പോസിബിൾ ആണ്, ക്ലസ്റ്റേഴ്സ് ഫോം ചെയ്യാൻ, ഇങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഫാക്ടർ അനാലിസിസിനുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോണത് വാട്ട് ആർ ദ ടെർമിനോളജീസ് അസോസിയേറ്റഡ് വിത്ത് ഫാക്ടർ അനാലിസിസ്. ഫാക്ടർ അനാലിസിസ് എന്ന് പറയുന്ന ആ ഒരു മൾട്ടി വാരിയറ്റ് അനാലിസിസ് അല്ലെങ്കിൽ ആ ഒരു ടൂളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ടെർമിനോളജീസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ടേംസ് എന്തൊക്കെയാണ്. ദ ഫസ്റ്റ് വൺ, ഫാക്ടർ. Factor means it is a dimension that represents a set of observed variables. അതായത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വാരിയബിൾ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഒബ്സർവ്ഡ് വാരിയബിൾസ്, അതിനെയാണ് നമ്മൾ ഫാക്ടർ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസ്, ഡെമോഗ്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ്, അതെല്ലാം ഓരോ കാറ്റഗറിയാണ്. നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സെറ്റ് ഓഫ് വാരിയബിൾസ്, അതിനെയാണ് ഫാക്ടർ. ഇനി ഫാക്ടർ ലോഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ കോറിലേഷൻ ബിറ്റ്വീൻ വാരിയബിൾസ് ആൻഡ് ഫാക്ടേഴ്സ്. വാരിയബിൾസും ഫാക്ടേഴ്സും തമ്മിലുള്ള ആ ഒരു കോറിലേഷൻ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ്, അസോസിയേഷൻ, അതിനെയാണ് ഫാക്ടർ ലോഡിംഗ് എന്നുള്ള ഒരു ടേം വെച്ച് മീൻ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഏജ്, ജെൻഡർ, മെറിറ്റൽ സ്റ്റാറ്റസ്, അതെല്ലാം വാരിയബിൾസ് ആണ്. ആ ഓരോ വാരിയബിൾസും ഏത് ഫാക്ടറിൻ്റെ അണ്ടറിലാണ് വരുന്നത്, ഡെമോഗ്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ഫാക്ടറിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഓരോ വാരിയബിൾസും ഫാക്ടേഴ്സും തമ്മിലുള്ള കോറിലേഷൻ, അസോസിയേഷൻ, അതുതന്നെയാണ് ഫാക്ടർ ലോഡിംഗ് എന്ന് പറയുന്നത്. ആ ഫാക്ടർ ലോഡിങ്ങിന് പറയുന്ന മറ്റൊരു പേരാണ് ഫാക്ടർ വാരിയബിൾ കോറിലേഷൻ. ദെൻ ദ തേർഡ് വൺ, ഏഗൻ വാല്യൂസ്. ഏഗൻ വാല്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫാക്ടറുമായിട്ട്, ഒരു ഫാക്ടറിന് കറസ്പോണ്ടിങ് ആയി വരുന്ന ഓരോ വാരിയബിൾസിലും വാരിയൻസസിനെ മെഷർ ചെയ്യുകയെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഏഗൻ വാല്യൂസ് എന്ന് പറയുന്നത്. ഒരു ഫാക്ടറുമായി അസോസിയേറ്റ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ ഒരു ഫാക്ടറുമായി കറസ്പോണ്ട് ചെയ്ത് വരുന്ന ഓരോ വാരിയബിൾസിനെയും വാരിയൻസസ് നമ്മൾ എന്ത് ചെയ്യാണ്, മെഷർ ചെയ്യാണ്.
Then the fourth one, communalities. It measures the percentage of variances in each variable explained by the factors extracted. അതായത് ഓരോ ഫാക്ടേഴ്സിലും വരുന്ന എല്ലാ വാരിയബിൾസിൻ്റെയും വാരിയൻസസിൻ്റെ പെർസെൻറ്റേജ് മെഷർ ചെയ്യാന്നുണ്ടെങ്കിൽ അതിനെയാണ് കമ്മ്യൂണാലിറ്റീസ് എന്ന് പറയുന്നത്. ഓരോ ഫാക്ടറിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വാരിയബിൾസിൻ്റെ വാരിയൻസസിനെ മെഷർ ചെയ്യുമ്പോൾ അത് ഏഗൻ വാല്യൂസ് ആണ്, അത് പെർസെൻറ്റേജിൽ പറയുമ്പോൾ അത് കമ്മ്യൂണാലിറ്റീസ് ആണ്. Then the fifth one, total variances explained. It is the percentage of total variances of the variable explained. അതായത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള എല്ലാ വാരിയബിൾസിൻ്റെയും ടോട്ടൽ വാരിയൻസസിനെ ഓരോ ഫാക്ടേഴ്സിലെയും ഓരോ വാരിയബിൾസിൻ്റെയും വാരിയൻസസിനെ പെർസെൻറ്റേജിൽ പറയുമ്പോൾ അതിനെയാണ് ടോട്ടൽ വാരിയൻസസ് എക്സ്പ്ലെയിൻഡ് എന്ന് പറയുന്നത്. Then the sixth one, factor variances explained. That means it is the percentage of total variances of the variables explained by the factors. ഓരോ ഫാക്ടേഴ്സും എക്സ്പ്ലെയിൻ ചെയ്യുന്ന വാരിയബിൾസിലെ ടോട്ടൽ വാരിയൻസസിൻ്റെ പെർസെൻറ്റേജ്. സോ ഇത്രയും കാര്യങ്ങളാണ് ടെർമിനോളജിയിൽ വരുന്നത്. ദാറ്റ് മീൻസ് ഒന്നുകൂടി പറയാണ്, ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഡെമോഗ്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ് അതൊരു ഫാക്ടറാണ്. ആ ഫാക്ടറിൻ്റെ അടിയിൽ എന്തുണ്ട്, ഒരുപാട് വാരിയബിൾസ് ഉണ്ട്. ദെൻ ഫാക്ടർ ലോഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാരിയബിൾസും ഫാക്ടറും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു കോറിലേഷൻ, അതിനെയാണ് ഫാക്ടർ ലോഡിങ്ങിൽ പറയുന്നത്. ദെൻ ഏഗൻ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫാക്ടർ, ഇപ്പോൾ ഡെമോഗ്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ഫാക്ടറിൻ്റെ അണ്ടറിൽ വരുന്ന ഏജ്, ജെൻഡർ, മെറിറ്റൽ സ്റ്റാറ്റസ് അങ്ങനെയുള്ള ഡിഫറെൻറ്റ് വാരിയബിൾസിലെ വാരിയൻസസിനെ മെഷർ ചെയ്യാം. ഇനി അത് പെർസെൻറ്റേജിലാണെങ്കിൽ അത് കമ്മ്യൂണാലിറ്റീസ് ആണ്. ഇനി വാരിയബിൾസിൻ്റെ നമ്മൾ മെഷർ ചെയ്യുന്ന ഏജ്, ജെൻഡർ, മെറിറ്റൽ സ്റ്റാറ്റസ്, എഡ്യൂക്കേഷൻ, ടോട്ടൽ ഇൻകം ഇങ്ങനെയൊക്കെയുള്ള ഡിഫറെൻറ്റ് വാരിയബിൾസിൻ്റെ വാരിയൻസസിനെ അതിനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ ടോട്ടൽ വാരിയൻസസ് ആണ്. ദെൻ ഫാക്ടർ വാരിയൻസസ് എന്ന് പറയുമ്പോൾ അത് ഓരോ ഫാക്ടറിൻ്റെ അണ്ടറിലും വരുന്ന വാരിയബിൾസിൻ്റെ ടോട്ടൽ വാരിയൻസസിൻ്റെ പെർസെൻറ്റേജ്. സോ ഇത് നമുക്ക് പ്രോബ്ലത്തിലൊന്നും അപ്ലിക്കബിൾ ആയിട്ട് വരുന്നില്ല റിസർച്ചിൽ, ജസ്റ്റ് നമുക്ക് ഒന്ന് മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട്. സോ അതുകൊണ്ട് മാത്രമാണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റെപ്സ് ഇൻ പെർഫോമിംഗ് ഫാക്ടർ അനാലിസിസ്. ഒരു ഫാക്ടർ അനാലിസിസ് പെർഫോം ചെയ്യുമ്പോൾ അതിൽ വരുന്ന ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ആണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്നു. ദെൻ ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒബ്സർവ്ഡ് വാരിയബിൾസിൻ്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വാരിയൻസ്, കോവാരിയൻസ് മെട്രിക്സ് ജനറേറ്റ് ചെയ്യുന്നു. ഏതൊക്കെയാണ് വാരിയബിൾസ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ദെൻ ഓരോ വാരിയബിൾസും ഏതൊക്കെ കാറ്റഗറിയിൽ വരുന്നു ആ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്, അതായത് സോഷ്യോ ഇക്കണോമിക് അല്ലെങ്കിൽ ഡെമോഗ്രാഫിക് അത്തരത്തിൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ദെൻ ഒരു ഇനീഷ്യൽ സെറ്റ് ഓഫ് ഫാക്ടേഴ്സ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട്, ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ദെൻ ആ ഫാക്ടർ റൊട്ടേഷൻ നമ്മൾ പെർഫോം ചെയ്യുന്നു, ഫാക്ടറിൻ്റെ സ്ട്രക്ചർ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. ദെൻ അതിൻ്റെ വാരിയൻസസിനൊക്കെ മെഷർ ചെയ്ത് ഫൈനലി നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഫാക്ടർ സ്കോർസ് കൺസ്ട്രക്ട് ചെയ്ത് അതിനെ അനലൈസ് ചെയ്യാണ്. അപ്പോൾ ഒന്നുകൂടി പറയുകയാണ്, ഡാറ്റ ഗ്യാദർ ചെയ്യുന്നു, വാരിയൻസ് അല്ലെങ്കിൽ വാരിയബിൾസ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ദെൻ ഫാക്ടേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ദെൻ ഇനീഷ്യൽ സെറ്റ് ഓഫ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് എക്സ്ട്രാക്ട് ചെയ്യുന്നു, ദെൻ ഫാക്ടർ റൊട്ടേഷൻ പെർഫോം ചെയ്യുന്നു, ദെൻ ഓരോ ഫാക്ടറിൻ്റെയും സ്ട്രക്ചർ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു, ദെൻ അതിനെ മെഷർ ചെയ്യുന്നു. ഇത്തരത്തിലാണ് 7 സ്റ്റെപ്സിലൂടെയാണ് ഒരു ഫാക്ടർ അനാലിസിസ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പെർഫോം ചെയ്യുന്നത്. Then what are the advantages of factor analysis? ഇപ്പം നമ്മൾ എന്താ ഫാക്ടർ അനാലിസിസ് അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ പറഞ്ഞു. അതുതന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് അഡ്വാൻറ്റേജസ് എന്നുള്ള ഒരു ഹെഡിൽ വരുന്നത്. അഡ്വാൻറ്റേജസിൽ വരുന്നതും ഇത്ര മാത്രമേ ഉള്ളൂ. ഡാറ്റയുടെ കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്, വാരിയബിൾസിൻ്റെ നമ്പർ ഓഫ് വാരിയബിൾസ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഓരോ വാരിയബിൾസിൻ്റെയും ഇടയിൽ ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ദെൻ ലാറ്റൻറ്റ് ഫാക്ടേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ലാറ്റൻറ്റ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷേ നമ്മുടെ റിസർച്ചുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ അത്തരം ഫാക്ടേഴ്സിനെ ഏതിലൂടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ഫാക്ടർ അനാലിസിസിലൂടെ. സോ ഒന്നുകൂടി പറയുകയാണ്, കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യുന്നു, നമ്പർ ഓഫ് വാരിയബിൾസ് റെഡ്യൂസ് ചെയ്യുന്നു, റിലേഷൻഷിപ്സ് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഡയറക്റ്റ്ലി നമ്മുടെ റിസർച്ചുമായിട്ട് അസോസിയേറ്റ് ചെയ്യാത്ത വാരിയബിൾസിനെ അല്ലെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റാത്ത വാരിയബിൾസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫാക്ടർ അനാലിസിസ്.
ഫാക്ടർ അനാലിസിസിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നാണ് പറയണത്. അതിൽ ഫസ്റ്റ് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസർച്ച് എന്ന് പറയുന്നത് ഒരുപാട് ഡിസിപ്ലിൻസ് ആണ്. അതായത് ഡിഫറെൻറ്റ് ഡിസിപ്ലിൻസിൽ റിസർച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ എല്ലാ ഡിസിപ്ലിൻസിലും അല്ലെങ്കിൽ എല്ലാ സ്ട്രീംസിലും ഈ ഒരു ഫാക്ടർ അനാലിസിസ് എന്നുള്ളത് നോട്ട് മച്ച് ഗുഡ്, എല്ലാത്തിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല. അതുപോലെ തന്നെ ഫാക്ടർ അനാലിസിസ് ഫോക്കസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഹ്യൂറിസ്റ്റിക്സ് അല്ലെങ്കിൽ ആ ഒരു ടേമിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് കൺവീനിയൻറ്റ് ഈവൻ ഇഫ് നോട്ട് അബ്സല്യൂട്ട്ലി ട്രൂ. അതായത് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യാം ഫാക്ടർ അനാലിസിസ്, പക്ഷേ അതൊരു അബ്സല്യൂട്ട്ലി ട്രൂ 100% 100% കറക്റ്റാണ്, ട്രൂ ആണ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഒരുപാട് വാരിയബിൾസിനെ അണ്ടർ വൺ റൂഫ് അല്ലെങ്കിൽ അണ്ടർ വൺ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്, ക്ലസ്റ്റർ ചെയ്യുന്നുണ്ട്. സോ അത് അബ്സല്യൂട്ട്ലി ട്രൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ കൺവീനിയൻ്റ് ആണ്, ഡാറ്റ റിഡക്ഷൻ അല്ലെങ്കിൽ കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ രണ്ടെണ്ണമാണ് ഡിസഡ്വാൻറ്റേജിൽ വരുന്നത്. എല്ലാ റിസർച്ച് ഡിസിപ്ലിൻസിലും ഫാക്ടർ അനാലിസിസ് ഒരുപോലെ നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ദെൻ അതുപോലെ തന്നെ ഈ ഒരു മെത്തേഡ് കൺവീനിയൻ്റ് ആണ്, ബട്ട് നോട്ട് അബ്സല്യൂട്ട്ലി ട്രൂ, 100% അക്യുറേറ്റ് അല്ല. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ മൾട്ടിവാരിയേറ്റ് അനാലിസിസ്, അതിലെ 12th മെത്തേഡാണ് നമ്മൾ പറഞ്ഞത്. മൾട്ടിവാരിയേറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിലധികം സ്റ്റാറ്റിസ്റ്റിക്കൽ ഔട്ട്കംസിനെ അറ്റ് എ ടൈം നമ്മൾ മെഷർ ചെയ്യാന്നുണ്ടെങ്കിൽ അതാണ് മൾട്ടിവാരിയേറ്റ് അനാലിസിസിൽ പറഞ്ഞത്. അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റൽ യൂണിറ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്, മൾട്ടിപ്പിൾ മെഷർമെൻറ്റ്സ് നടത്തുക എന്നുണ്ടെങ്കിൽ അതാണ് മൾട്ടിവാരിയേറ്റ് അനാലിസിസ്. അതിൽ ഒരുപാട് മെത്തേഡുകളുണ്ട്. ദാറ്റ് മീൻസ് ഒരുപാട് മൾട്ടിവാരിയേറ്റ് അനലറ്റിക്കൽ ടൂൾസ് ഉണ്ട്. അതിൽ 11 ടൂൾസ് വരെ 11 മെത്തേഡുകൾ, 11 ടെക്നിക്കുകൾ നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ദെൻ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫോക്കസ് ചെയ്തത് ലാസ്റ്റ് മെത്തേഡായിട്ടുള്ള ഫാക്ടർ അനാലിസിസ്. ഫാക്ടർ അനാലിസിസ് മീൻസ് കോംപ്ലക്സ് ഡാറ്റയെ സിംപ്ലിഫൈ ചെയ്യുകയാണ്. ഒരുപാട് വാരിയബിൾസിനെ ഒരു ഫാക്ടറിൻ്റെ അണ്ടറിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഗ്രൂപ്പ് ചെയ്യുക. സോ അതിനെയാണ് ഫാക്ടർ അനാലിസിസ് എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ബെനഫിറ്റ്സ്, ദെൻ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഡിഫറെൻറ്റ് ടേംസ്, ദെൻ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, സ്റ്റെപ്സ്, അത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഫാക്ടർ അനാലിസിസ് അതിൻ്റെ പേരിൽ പറയുന്ന പോലെ തന്നെ അണ്ടർ വൺ ഫാക്ടർ ഡിഫറെൻറ്റ് വാരിയബിൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് വാരിയബിൾസിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുകയാണ്. സോ ഡാറ്റയുടെ കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, നമ്പർ ഓഫ് വാരിയബിൾസിൻ്റെ എണ്ണം റെഡ്യൂസ് ചെയ്യുന്നു, ദെൻ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിക്കുന്നു. സോ ഇങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് അതിനുണ്ട്. ദെൻ ഡിസഡ്വാൻറ്റേജസ് ആയി വരുന്നത് എല്ലാ റിസർച്ച് ഡിസിപ്ലിൻസിലും അപ്ലിക്കബിൾ അല്ല. അതുപോലെ തന്നെ ഇത് 100% കൺവീനിയൻ്റ് ആണ്, ബട്ട് നോട്ട് 100% ട്രൂ, അബ്സല്യൂട്ട്ലി ട്രൂ അല്ല. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഫാക്ടർ അനാലിസിസ് എന്ന് പറയുന്ന ഒരു മെത്തേഡും ദെൻ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ബെനഫിറ്റ്സ്, സ്റ്റെപ്സ്, ഒബ്ജക്റ്റീവ്സ്, ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.